Good afternoon all. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ചാർജ് പ്രോസസ് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസമായി അല്ലേ? ഓർക്കുന്നുണ്ടോ ഡിസ്ചാർജ് പ്രോസസ്സിൽ പറഞ്ഞ കാര്യങ്ങള്? ഫ്ലോ ചാർട്ടിന്റെ മുന്നിൽ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് ആണ് പഠിച്ചത്. അപ്പൊ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കുന്നത് പോലെ തന്നെ സെയിം കുറച്ച് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റഡ് ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്. ദെൻ നമ്മൾ നോക്കിയത് ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് ആണ്. അപ്പൊ അതില് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഡിസ്ചാർജസ് ആണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയായിരുന്നു? റൂട്ടീൻ ഡിസ്ചാർജ്, ദെൻ AMA ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ദെൻ ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽസ് ഓർ പാലിയേറ്റീവ് കെയർ. ദെൻ എന്തായിരുന്നു അപ്പോ റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്? ആൻസർ നിങ്ങൾ പറയണം കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നത് മാത്രം. എന്തായിരുന്നു റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്? എന്താണ് റൂട്ടീൻ ഡിസ്ചാർജ്? നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ആഫ്റ്റർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, ഒരു പേഷ്യൻസിന് നമ്മൾ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളും മെഡിസിൻസുകളും പരിചരണമൊക്കെ കൊടുത്തതിന് ശേഷം പേഷ്യന്റിന് നമ്മൾ നോർമലി ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് വിളിക്കുന്നത്. ദെൻ AMA ഡിസ്ചാർജ് എന്തായിരുന്നു? AMAയുടെ ഫുൾ ഫോം അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ല, മറിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരത്തിന് വിപരീതമായിട്ട് നമ്മൾ
പേഷ്യന്റ് സ്വയം ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നതിനെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒരു AMA ഫോം നോക്കിയായിരുന്നു അല്ലെ. AMA ആയിട്ട് ഡിസ്ചാർജ് പോകുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ AMA ഫോംസ് കൊടുക്കും. ദെൻ ആ ഫോമിൽ സൈൻ ചെയ്തിട്ട് വേണം അവര് ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുക. Then transfer to another health care facility. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? എങ്ങനെയുള്ള ഡിസ്ചാർജ് ആണ്? ചിലപ്പോൾ ഫെസിലിറ്റികൾക്ക് പോരായ്മയുണ്ടാകും. സോ നല്ലൊരു കൂടുതൽ ഫെസിലിറ്റി വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഓൾറെഡി ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നു അല്ലേ. ഫിസിക്കൽ റെഫറൽ. ദെൻ ഡിസ്ചാർജ് ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് എൻഡിങ് വരെയും എൻഡ് ഓഫ് ലൈഫ് വരെയുള്ള ഒരു കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിയേറ്റീവ് കെയറുകൾ പോലുള്ള സ്ഥലത്തേക്ക് പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. നമ്മൾ തിങ്സ് ക്യാൻ ഇംപ്ലിമെന്റ് റൈറ്റ് വേ ഒബ്സ്റ്റക്കിൾസ്. നമ്മുടെ ഡിസ്ചാർജിലുള്ള തടസ്സങ്ങൾ നീക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളാണ് പോയിന്റ്സുകൾ പറഞ്ഞായിരുന്നു. ദെൻ പോളിസീസ് അല്ലെ. ഡിസ്ചാർജിനുള്ള പോളിസീസുകളാണ് നമ്മൾ വായിച്ചത്. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, അർത്ഥം മനസ്സിലാക്കി വായിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദെൻ അതിൽ രണ്ട് ഫുൾ ഫോമുകൾ നമ്മൾ പറഞ്ഞായിരുന്നു, ലാമ ദെൻ CMO. ലാമ ഫുൾ ഫോം എന്തായിരുന്നു? ലാമ ലിവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. CMO ഫുൾ ഫോം എന്തായിരുന്നു? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഒരു ഡിസ്ചാർജ് ഡോക്ടർ എഴുതുന്നത് തുടങ്ങി പേഷ്യന്റ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് രൂപേണ തന്നിരിക്കുകയാണ്. നോക്കാം. അപ്പോ ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് റിട്ടൺ ഓർഡർ ബൈ ഡോക്ടർ. ഇപ്പൊ പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു. ചിലപ്പോൾ ഒരു 7 days ആയിരിക്കാം, ചിലപ്പോൾ 5 days ട്രീറ്റ്മെന്റ്സും ഇഞ്ചക്ഷൻസും മെഡിസിൻ ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ആള് ബെറ്റർ ആയിട്ടുണ്ട്, ഓക്കെയാണ്, മെഡിസിൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു റിട്ടേൺ ഓർഡർ എഴുതുകയാണ്. ഡിസ്ചാർജിനായിട്ടുള്ള റിട്ടേൺ ഓർഡർ ഡോക്ടർ എഴുതുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്. ദെൻ ഇൻഫോർമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. എന്നിട്ട് അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു? റിട്ടേൺ എഴുതി. Then informing other department. മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഇപ്പോൾ വാർഡിലാണെങ്കിൽ നമ്മൾ ആ വാർഡ് നഴ്സിംഗ് സ്റ്റേഷനിലുള്ള നഴ്സിനെ അറിയിക്കുന്നു. Then ഡിസ്ചാർജ് എന്ന് വാങ്ങിച്ചെന്നുള്ളത്. Then returning of patient medications. ഇനി മരുന്നുകൾക്ക് പേഷ്യൻസിന്റെ കൊടുത്തിരുന്ന മെഡിസിൻസുകൾ ബാക്കി ഉണ്ടെങ്കിൽ അത് തിരികെ അവർ വാങ്ങിക്കുന്നു ആ ടൈമില്ല. Then preparation and processing of bill. അപ്പോ റിട്ടേൺ ഡോക്ടർ എന്ത് ചെയ്തു? റിട്ടേൺ ഓർഡർ എഴുതി മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇൻഫോർമേഷൻ ചെയ്തു. പേഷ്യൻസിന് മെഡിക്കേഷൻസ് ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവർ തിരികെ വാങ്ങിക്കുന്നു. ദെൻ ബില്ലിനുള്ള പ്രോസസ്സ്, ബില്ല് തയ്യാറാക്കുന്നു. ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണോ, ഏത് മോഡാണ് അവര് ബില്ല് പേയ്മെന്റ് ചെയ്യാനായിട്ടുള്ളത് തീരുമാനിക്കുന്നു. ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ് ആണ് അവർ തീരുമാനിക്കുന്നത്. ദെൻ എന്താണ്? വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. ഇനി ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ ചില പേഷ്യൻസ് ക്ലെയിമൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ, അങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ പരിശോധിച്ച് ഉറപ്പിക്കുകയാണ്. അവർക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ഉറപ്പിക്കുക. ദെൻ ഇൻഫോം വാട്ട് ടു പേ ദ ബിൽ ബൈ പേയ്മെന്റ്. അല്ലെ, ബില്ല് അടയ്ക്കാനായിട്ട് വാർഡിലുള്ളവരെ അല്ലെങ്കിൽ ആ ഒരു വാർഡിലേക്കാണ് ബില്ല് പേയ്മെന്റ് ചെയ്യുന്നത്, അവരെ അറിയിക്കുക. Then settlement of bill സെറ്റിൽമെന്റ് ചെയ്യാം. കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ. ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോ ചിലപ്പോ മറ്റു മെഡിസിൻസുകൾ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ വൈറ്റമിൻസ്, ടാബ്ലറ്റ്സോ അങ്ങനെയുള്ള മെഡിസിൻസ്, കാൽസ്യം അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ തരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് ഫോളോ അപ്പിനായിട്ട് ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻസുകൾ തന്നുവിടും. സോ ഡിസ്ചാർജ് മെഡിക്കേഷൻസ് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. മരുന്നുകളെ എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുക. ഇത്ര ദിവസം കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര നേരം കഴിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച 1 week അല്ലെങ്കിൽ 1 month കഴിക്കണം. ആ മരുന്നുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. പേഷ്യൻസിന് ഡിസ്ചാർജ് സമ്മറി കൊടുക്കുക. അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ആവശ്യമാണെങ്കിൽ ആ പേഷ്യൻസിന് ചിലപ്പോൾ ഒന്ന് ട്രാൻസ്പോർട്ട്, ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുമ്പോൾ അവർ തന്നെ ചിലപ്പോൾ വണ്ടികൾ, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. അപ്പൊ ആവശ്യമെങ്കിൽ അവർക്ക് അതിനുള്ള ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. Then last one, documentation of discharge and remove patient from HIS.
ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ്, നമ്മളുടെ ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷനും പേഷ്യന്റിന് അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ വിവരങ്ങൾ HIS എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ഫോം പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഓൾറെഡി. HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എഴുതി വെക്കുക കേട്ടോ, അറിയില്ലാത്തവര് സൈഡിലൊന്ന് എഴുതി വെക്കാം. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പോ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാണ് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഡിസ്ചാർജ് ആയതിനു ശേഷം. ഓക്കെ, ഇത്രയുമാണ് ഫ്ലോ ചാർട്ട് വരുന്നത്. ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ ശ്രദ്ധിക്കുക. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. റിട്ടൺ ഓർഡർ ബൈ ഡോക്ടർ, then informing other department, returning of patient medication, then preparation and processing of bills, check mode of payment, cash or insurance, verification with respective insurance providers if any, inform what to pay the bill by payment, settlement of bill, collecting discharge medications, explain medication and provide discharge summary, arrange transportation if needed, documentation of discharge and remove patient from HIS. Okay, ഇന്ന് വായിച്ചു നോക്കി ഫ്ലോ ചാർട്ട്. ഒരു 5 പ്രാവശ്യം വായിക്കണം കേട്ടോ, എങ്കിലും അത് മനസ്സിലിരിക്കുള്ളൂ. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതൊന്നുമില്ല, മനസ്സിലാക്കി ഒരു 5 പ്രാവശ്യം വായിച്ചാൽ അത് മനസ്സിലാകും. ഓക്കെ, വായിച്ചു നോക്കും. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഫ്ലോ ചാർട്ട് ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി. നമ്മൾ ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി എന്താണ് ഡിസ്ചാർജ് സമ്മറി? എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോരുമ്പോൾ ചെറിയൊരു കാർഡ് പോലെ ആയിരിക്കും അല്ലെ. അപ്പൊ കാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? എന്തൊക്കെയാണ് കാർഡിൽ പറയുന്ന കാര്യങ്ങള്? എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്? നെയിം ഉണ്ടാകും, കാരണം എന്തൊക്കെയാ, ഡോക്ടറിന്റെ നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? അഡ്മിഷൻ ഡേറ്റ്, മെഡിക്കേഷൻസ് അല്ലേ, അതുവരെ കിട്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ്, ഇഞ്ചക്ഷൻ ഉണ്ടോ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസുകൾ ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് നൽകിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, a discharge summary is a clinical report prepared by a health professional at the conclusion of hospital stay. Underline ചെയ്യുക കേട്ടോ. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. പ്രിപ്പയർ ആക്കുന്നത് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ, അതായത് ഡോക്ടേഴ്സ് ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് ഡേയിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ആ ഒരു കൺക്ലൂഷൻ ലാസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ആകുന്ന ടൈമിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇറ്റ്സ് ഓഫ്റ്റൻ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് അല്ലേ. അതായത് എന്താണ്, ഹോസ്പിറ്റൽ കെയർ ടീമും അതോടൊപ്പം തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ ഒരു പ്രാഥമിക മാർഗമാണെന്ന്. അതായത് പ്രാഥമിക മാർഗം ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പോയി,
അല്ലേ? അപ്പോ പോയി ഇപ്പൊ നമ്മള് ഒരു മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് വേറെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പേഷ്യൻസിനെ കൊണ്ടുപോവുകയായിരിക്കും. അപ്പോ ഈ ഡിസ്ചാർജ് സമ്മറി നമ്മൾ അടുത്ത കെയർ നൽകുന്ന അവർക്ക് കാണിക്കുകയാണ്. അപ്പൊ അതുവരെ ഈ ഡിസ്ചാർജ് സമ്മറി വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതുവരെ അവർക്ക് ആ ഹോസ്പിറ്റലിൽ നൽകിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മെഡിസിൻസുകൾ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്, ഇനി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഈ ഒരു ഡിസ്ചാർജ് സമ്മറി വായിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ദെൻ ആഫ്റ്റർ കെയർ, അടുത്ത കെയർ കൊടുക്കണമെങ്കിൽ ഈ ഡിസ്ചാർജ് സമ്മറി വായിച്ചതിന് ശേഷമാണ് മറ്റു ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻസിന്. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. Then ഇനി പറയുന്നത് the discharge summary shall include, ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്ന് നോക്കി വെക്കണം, എക്സാമിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം, അറിയാൻ പറ്റണം. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങള്. The reason for admission, അഡ്മിഷന്റെ റീസൺ, പേഷ്യന്റിന്റെ എന്ത് അസുഖമാണോ അങ്ങനെയുള്ള കാര്യങ്ങള്. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, അതായത് ടെസ്റ്റ് റിപ്പോർട്ട്സുകളും കണ്ടെത്തലുകള്. ഡയഗ്നോസിസ് ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിലുള്ള പേഷ്യൻസിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്. ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ടെസ്റ്റുകളുടെ റിസൾട്ടുകള്. അതുപോലെ തന്നെ ഇപ്പൊ ലബോറട്ടറിയിലെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്. The medications given and the procedure done, അതുവരെ കൊടുത്തിട്ടുള്ള മെഡിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സുകള്. Then follow up advice, ഡിസ്ചാർജ് സമ്മറിയിൽ ഫോളോ അപ്പ് അഡ്വൈസ് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 1 മന്തിന് ശേഷം വരാനൊക്കെ പറഞ്ഞ് ഫോളോ അപ്പ് കൊടുക്കും. Then medication and other instruction and how to obtain urgent care in an understandable manner, അതായത് മരുന്നുകൾ കഴിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അടിയന്തര സാഹചര്യം പെട്ടെന്ന് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വന്ന് കാണണം, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ കഴിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയുമാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങള്. ദെൻ എന്താണ് ഡിസ്ചാർജ് സമ്മറി, വായിച്ചു നോക്കി. ഡിസ്ചാർജ് സമ്മറി വായിക്കാം, ദെൻ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പൊ എന്താണ് ഡിസ്ചാർജ് സമ്മറി, സമ്മറിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ, നമ്മളുടെ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരിക്കും. ആണോ? യെസ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, സിമ്പിൾ ആണ്. ഒരു പ്രാവശ്യം കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ വായിച്ചാല് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പഠിച്ചു പോവുക. ഇതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെ ഇതിലേശം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ഞാൻ രണ്ടാമത് റിപ്പീറ്റ് റിവൈസ് ചെയ്തിരുന്നു. സോ ഇനിയിപ്പോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, വലിയ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല, അത്യാവശ്യം കുറച്ച് മെഡിക്കൽ ടേംസുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്.
എങ്കിലും നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു അറിവാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കിട്ടുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നിങ്ങൾ പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. കോമൺ ആയിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചിലപ്പോ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, രോഗിയെ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ അറിവില്ല എന്താണ് ഇപ്പൊ ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോൾ അർത്ഥാക്കുന്നത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരുന്നത്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോ നിങ്ങൾ എന്താണ് അർത്ഥമാക്കിയിരുന്നത്? ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു അല്ലെ? നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് എന്നൊരു കാര്യം നമ്മൾക്ക് അറിയാവുന്നത് അല്ലെ? സോ ഈ ട്രാൻസ്ഫർ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ചെറിയൊരു അറിവ് മാത്രമായിരുന്നു ട്രാൻസ്ഫറിനെ കുറിച്ചുള്ളത്. ദെൻ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സെക്യൂർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പുതിയൊരു അറിവാണ് ഈ ഒരു ചാപ്റ്റർ. ഞാൻ പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ വ്യക്തി ജീവിതവുമായിട്ട് എന്തായാലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഹോസ്പിറ്റൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? സാധിക്കോ? ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഇതില്ലാതെ നമുക്ക് ജീവിതത്തിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ? പുതിയ ട്രീറ്റ്മെന്റ്സുകളായിട്ടുണ്ടെങ്കിലും പുതിയ ഫെസിലിറ്റികളാണെങ്കിലും ഏതൊരു അസുഖം വന്നാലും നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ് അല്ലെ? നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ലഭ്യമാണ്. അതിന് പൈസ ചെലവുണ്ടെന്നുള്ളൂ. പക്ഷെ നമുക്ക് എത്രത്തോളം മാക്സിമം ഒരു ജീവൻ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും മെഡിസിൻസുകളും ഇന്ന് നമുക്ക് ഒന്ന് തുമ്മിയാൽ വരെ ഹോസ്പിറ്റലിൽ പോകണം. അതെ, ഇപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ് അല്ലെ? ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഇത്രയും ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല. ചെറിയ എന്തെങ്കിലും പച്ചമരുന്നുകളോ പൊടിക്കൈകളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് അസുഖം മാറ്റിയിരുന്നത്. പക്ഷെ നമ്മളിന്ന് അങ്ങനെയല്ല. നമ്മൾ ചെറിയൊരു തലവേദന വന്നാലും നമ്മൾ അപ്പൊ പെയിൻ കില്ലർ കഴിക്കും. എത്ര പേരുടെ കൂട്ടത്തിൽ കഴിക്കുന്നവരുണ്ടാവും ഇല്ലേ? ചെറിയൊരു വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചിലപ്പോ അതൊന്നും വിക്സ് പുരട്ടി അല്ലെങ്കിൽ അത് ആവി പിടിച്ച് മാറാവുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മള് അപ്പൊ തന്നെ പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്. സോ പറഞ്ഞു വന്നത്, നമ്മളൊരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോ നമ്മളുടെ ഒരു കുഞ്ഞറിവിൽ മാത്രമായിരുന്നു ട്രാൻസ്ഫർ എന്നുള്ള ഒരു ആശയം. പക്ഷെ ഈ ട്രാൻസ്ഫർ എന്നതിന് പിന്നില് വലിയൊരു എന്താ പറയാ കുറച്ച് പ്ലാൻസും പ്രൊസീജിയേഴ്സും കടങ്ങുന്നതാണ് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു അറിവ് ഇപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ ഫാമിലിനോടോ ഫ്രണ്ട്സിനോടോ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും അല്ലേ, ഇപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾക്ക് അതൊരു ഹാപ്പി അല്ലേ അത് പറയുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് ട്രാൻസ്ഫറിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളുടെ അറിവുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ. The intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. അതായത് ഒരു ഹോസ്പിറ്റലില് ഇൻട്ര ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ എന്താണെന്ന് പറയാം കേട്ടോ. ഇൻട്ര ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, പേഷ്യൻസിന് ഒരു എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ്, അതായത് അവന് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലില് ഇന്റർ അല്ലെങ്കിൽ ഇൻട്രാ ട്രാൻസ്ഫറുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണെന്ന്. ഇനി എന്താണ് ഇൻട്ര ആൻഡ് ഇന്റർ? ആ പറയുന്ന ടേമിൽ തന്നെയുണ്ട് ഇൻട്രാ. ഫസ്റ്റ് നമുക്ക് ഇന്റർ നോക്കാം. ഇന്റർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇന്റർ എന്ന് പറഞ്ഞാല് ഉള്ളിൽ നിന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ അല്ലെ, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ട്രാൻസ്ഫർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഇപ്പോൾ നോർമലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ആളെ നമ്മുടെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ
സോ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് സിറ്റുവേഷൻ വഷളാകുമ്പോൾ സഡൻ സ്പോട്ടിൽ തന്നെ നമ്മള് ആ വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു. ദെൻ പെട്ടെന്ന് വഷളായപ്പോൾ നമ്മൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ ICUലോട്ട് മാറ്റണമെന്ന് പറയുകയാണ്. സോ ഈ ICU എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ സെയിം ഹോസ്പിറ്റലിൽ ICUയിൽ തന്നെയാണ് ആളെ വാർഡിൽ നിന്നും ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പുറത്തേക്ക് പോയില്ല. ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിനെ അദ്ദേഹത്തിന്റെ എന്താണ് കണ്ടീഷൻ മോശമായപ്പോൾ നമ്മൾ ആ ഒരു വാർഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? സംശയമൊന്നുമില്ലല്ലോ? ഇന്റർ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി ഇത് മാറിപ്പോകും. പലപ്പോഴും മാറിപ്പോകാണ്ടിരിക്കാനുള്ള മാർഗം പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നിന്നും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ഇന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്ര എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഇൻട്ര എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് എന്താണ്? ഇന്ററിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ഇൻട്ര ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ടു ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? അതെ, ചിലർക്ക് ചിലപ്പോൾ മാറിപ്പോകും. ഈ ഇൻട്രയും ഇന്ററും കൂടി വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. ഓക്കെ, ദെൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. ഇന്റർ നിങ്ങൾ പഠിച്ചിരിക്കാം. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ളത് ഇന്റർ. ദെൻ ഇൻട്ര എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാറിപ്പോകുക. സോ ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്റർ ട്രാൻസ്ഫറും ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണെന്ന്. എന്തിന്? often handled to enhance the existing management of patient. പേഷ്യന്റിന്റെ നിലവിലുള്ള അവസ്ഥ, മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻട്രാ ട്രാൻസ്ഫറും ഇന്റർ ട്രാൻസ്ഫറും നടത്തുന്നത്. Then it may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more developed care. കണ്ടോ, രണ്ടിന്റെയും അവരുടെ ഡെഫിനേഷൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്റർ എന്താണ്, ഇന്റർ എന്താണ്. ഓക്കെ, ഇന്ററിനെയാണ് പറയുന്നത്. കണ്ടോ, ഇത് മേ ഇൻവോൾവിംഗ് ക്യാരിങ് എ പേഷ്യന്റ് വിത്തിൻ ദ സെയിം ഫെസിലിറ്റി. കണ്ടോ, ഇതാണ് ഇന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് വിത്തിൻ ദ സെയിം ഫെസിലിറ്റി ഫോർ എനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതാണ് ഇന്റർ ട്രാൻസ്ഫർ. മോണിയിലൊന്ന് ഇന്റർ എന്നൊന്ന് ചെറുതായിട്ട് എഴുതിയില്ല കേട്ടോ. അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ട് ഇന്റർ എന്നൊന്ന് എഴുതി വെക്കാം. ഓക്കെ, വൺസ് മോർ പറയണോ? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്റർ എന്താണ്, ഇൻട്ര എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വായിക്കാം, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. ഇറ്റ് മേ ഇൻവോൾവ് ക്യാരിയിങ് എ പേഷ്യന്റ് വിത്തിൻ ദ സെയിം ഫെസിലിറ്റി. വിത്തിൻ അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഫോർ എനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. കണ്ടോ, എനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിലോട്ട് മാറ്റുന്നത്. ഓർ ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി വിത്ത് മോർ ഡെവലപ്ഡ് കെയർ. മറ്റൊരു ഫെസിലിറ്റി, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. അത് ഇൻട്ര. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Next one നോക്കുക. The main aim in all such shifting is to maintain continuity of medical care. Underline ചെയ്യാം കേട്ടോ. The main aim in all such shifting to maintain continuity of medical care. ഇങ്ങനെയുള്ള എല്ലാ ഇൻട്ര ആയാലും അല്ലെങ്കിൽ ഇന്റർ ആയിട്ടുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. പേഷ്യൻസിന് മെഡിക്കൽ കെയറിന്റെ പരിചരണത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രാ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിലും ഇന്റർ ട്രാൻസ്ഫർ പേഷ്യന്റിന് ചെയ്യുന്നത്. As the transfer of sick patient may produce various physiological changes
which may negatively affect the prognosis of the patient. ഇനി ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ്, ഇപ്പൊ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യന്റിന് പല രീതിയിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരാമെന്ന്, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാം. സോ നെഗറ്റീവ്ലി അഫക്ട് ദ പ്രോഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്. പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് രോഗം നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. It should be initiate safe transfer, consist of decision to transfer and communication. അതിനാൽ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഏതാണെന്ന് ആദ്യം തിരഞ്ഞെടുക്കണം. ഏത് രീതിയിൽ കൊണ്ടുപോകണം പേഷ്യൻസിനെ. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ആദ്യം തന്നെ എന്ത് വേണം, പ്ലാൻ ചെയ്യണം, പ്രിപ്പറേഷൻ ചെയ്യണം. Choosing, it should be initiate safe transfer and preparation. Choosing the appropriate mode of transfer. ഏത് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത് നമ്മൾ തീരുമാനിക്കണം. എക്സാമ്പിൾ പറയുകയാണ്, ലാൻഡ് ട്രാൻസ്ഫർ ഓർ എയർ ട്രാൻസ്പോർട്ട് പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. Equipment and monitoring needed in the course of transfer. അല്ലെ, ഏത് ടൈപ്പ് വേണമെന്ന്, അല്ലെങ്കിൽ എന്താണ് ലാൻഡ് ട്രാൻസ്ഫർ വേണോ, അതായത് നമ്മൾ റോഡിൽ കൂടി പോകുന്ന ഇപ്പൊ ആംബുലൻസ് സൗകര്യങ്ങൾ വേണോ, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആണോ വേണ്ടത് ആ പേഷ്യന്റിന്. Then personal going along with the patient. പേഷ്യന്റിന്റെ സ്വന്തം വാഹനത്തിൽ തന്നെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കണോ. Then equipment and monitoring needed in the course of transfer. Equipment മോണിറ്റർ ഉള്ള ആംബുലൻസ് സജ്ജീകരിച്ച് കൊടുക്കണോ, ഏതാണെന്ന് നമ്മൾ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. The documentation and handover of patient at the receiving facility. ഇനി പേഷ്യന്റിന്റെ അതുവരെയുള്ള ഡോക്യുമെന്റേഷൻസും മറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്ന റിസീവിംഗ് ഫെസിലിറ്റി, അതായത് അവിടുത്തെ നഴ്സസ് നമ്മളെ പേഷ്യന്റിനെ സ്വീകരിക്കും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് ആ പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സ് കൈമാറണം. എന്തിനു വേണ്ടിയിട്ടാണ് കൈമാറുന്നത്, അതുവരെ ആ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ്, മെഡിസിന്റെയും ട്രീറ്റ്മെന്റ്സിന്റെയും ഡീറ്റെയിൽസ് ആണ്. സോ അത് അവിടെ റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് അത് കൈമാറണം. ഓക്കെ, ഇത്രയുമാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ഫറിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. കാരണം ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊന്ന് മനസ്സിരുത്തി ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിക്കണം. ഓക്കെ, complete ചെയ്തോ, വായിച്ചോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ പാർട്ട്? എന്താണ് ട്രാൻസ്ഫർ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദെൻ അതിനുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ തീരുമാനിക്കാം. നെക്സ്റ്റ് വൺ നോക്കാം.
ഡെഫിനീഷൻ ആണ് തന്നിരിക്കുന്നത്. ട്രാൻസ്ഫറിനുള്ള ഡെഫിനീഷൻ ആണ്. നോക്കാം. Definition: transfer is defined as preparing patients, completing requisite records, and shifting patient to another department within the hospital or to another hospital or home. Transfer എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്യണം, പഠിക്കണം. Transfer is defined as preparing patients, completing requisite records, and shifting patient to. അതായത് പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മെഡിസിൻസും ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷം പേഷ്യന്റിന് നമ്മൾ അനദർ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ ദെൻ നമ്മളെ വീട്ടിലേക്കോ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ ഡെഫിനിഷൻ. നെക്സ്റ്റ് പറയുന്നത് പർപ്പസ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താണെന്ന് അല്ലെ. എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറെ കാര്യങ്ങള് അല്ലേ. എന്തൊക്കെയാണ് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശങ്ങള്? ഒരു ഉദ്ദേശവും ഇല്ല. ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കാൻ, അതാണ് മെയിൻ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയാണ്? പർപ്പസ് നോക്കാം. ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ തന്നെ മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. ചിലപ്പോ ഓൾറെഡി ഉള്ള ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റികളൊന്നും ലഭ്യമായിരിക്കണമെന്നില്ല. അപ്പോൾ പുതിയ ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ മറ്റു പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ, നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ലഭിക്കാനും അതോടൊപ്പം തന്നെ നല്ലൊരു നഴ്സിംഗ് കെയർ, ഒരു പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കുവാൻ. ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ, അവൈലബിൾ പേഴ്സണൽ, അതായത് ഏറ്റവും നല്ല, അതായത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണെ വെച്ചിട്ട് നല്ലൊരു കൂടുതലും ഒരു യൂട്ടിലൈസേഷൻ ആയിട്ടുള്ള ഒരു സർവീസ് ലഭിക്കാൻ. ഇപ്പൊ ചിലപ്പോ ചില ഹോസ്പിറ്റലുകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ന്യൂറോളജി ആണെങ്കിൽ ന്യൂറോളജിസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ സോ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും മറ്റും കെയറും പരിചരണമൊക്കെ ലഭിക്കാൻ, അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി. To match severity of nursing care based on patient levels of needs and problems. പേഷ്യന്റിന്റെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ലെവൽസും മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളൊരു ട്രീറ്റ്മെന്റ്സും കെയറൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് ഒരു പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാം. കൂടുതൽ അതിന്റെ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. ദെൻ ആ പോയിന്റ്സുകൾ സെയിം അതുപോലെ തന്നെ പഠിക്കണം. പർപ്പസ് ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനേഷനും പഠിച്ചിരിക്കണം. ഓക്കെ, ഡെഫിനേഷനും പർപ്പസും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡെഫിനേഷൻ മാക്സിമം വായിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചു കൊടുക്കുവാൻ ശ്രമിക്കാം കേട്ടോ. Complete the definition of purpose.
കംപ്ലീറ്റിംഗ് റിക്വസിറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റൊരു ഫെസിലിറ്റിയിലോട്ട്. പേഷ്യന്റിന്റെ ആവശ്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അനദർ ഫെസിലിറ്റിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് പറയുന്നത്, ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. നോക്കാം, ഇന്റേണൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ. നോക്കാം, ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റിനെ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ ഓർ കെയർ സ്യൂട്ടഡ് ടു ഹിസ് റിക്വയർമെന്റ്സ്. അതായത് നമ്മൾ പേഷ്യൻസിനെ സ്പെഷ്യൽ കെയറിലോട്ട്, അതായത് നമ്മൾ ആ സെയിം ഫെസിലിറ്റിയിൽ തന്നെ ഒരു സ്പെഷ്യൽ കെയർ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ICU വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ സ്പെഷ്യൽ കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കി, ഫ്രം ജനറൽ വാർഡ് ടു ICU കണ്ടോ, ഇന്റേണൽ ട്രാൻസ്ഫർ. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കണം. കാരണം നമുക്ക് എക്സാമിന് എക്സാമ്പിൾ ആണ് ചോദിക്കാറ് എപ്പോഴും. കാരണം ഒരു ക്വസ്റ്റ്യൻ പറയാം, അതായത് ഇപ്പോ ഫ്രം ജനറൽ വാർഡ് ടു ICU എന്നൊരു കൊട്ടേഷനിൽ തന്നിട്ട് ചോദിക്കും, ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ ഓപ്ഷനിൽ ഇന്റേണൽ ട്രാൻസ്ഫർ തരും, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ തരും, ദെൻ മറ്റേതെങ്കിലും ട്രാൻസ്ഫേഴ്സ് തന്നിട്ടുണ്ടാകും. സോ നമ്മളിത് പഠിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, മറ്റ് ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകുന്നില്ല, വിത്തിൻ ദ ഫെസിലിറ്റി ആണ്. എക്സാമ്പിൾ നോക്കുക, ജനറൽ വാർഡ് ടു ICU അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എക്സാമ്പിൾ മെയിൻ ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ജനറൽ വാർഡ് ടു ICU. Then external transfer. External transfer നോക്കിയേ, to transfer the patient from one hospital to another hospital for purpose of special care. Special care ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾ നോക്കിയേ, ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ഒരു നോർമൽ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ സെന്റേഴ്സിലോട്ട്, ഇപ്പൊ ക്യാൻസർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സ്പെഷ്യൽ ക്യാൻസർ സെന്റേഴ്സിലോട്ടും മറ്റും പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോ ഇന്റേണൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ പറഞ്ഞത് ഫ്രം ജനറൽ വാർഡ് ടു ICU. Then external transfer നമ്മൾ പറഞ്ഞത് ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ ക്യാൻസർ സെന്റർ. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. എക്സാമ്പിളും ഒന്ന് പഠിച്ച് പോടെ വായിക്കുമ്പോ. കംപ്ലീറ്റ് ചെയ്തോ? ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ പഠിച്ചോ?
internal transfer or external transfer. Then the examples. Okay, clear ആണല്ലോ? Then next one is the transfer within the facility. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാൻ വൈകാട്ടൊന്നും ചെയ്യേണ്ട. ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പോയിട്ട് ഞാൻ വായിക്കാം. അതൊന്ന് മനസ്സിലാക്കി വായിക്കാം കേട്ടോ നിങ്ങൾ. Check the doctor's order for transfer of patient. A written declaration is required from the doctor. നമ്മള് ട്രാൻസ്ഫർ പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മള് ഡോക്ടർ ആണ് ഒരു റിട്ടേൺ ഡിക്ലറേഷൻ ഫോം നമുക്ക് എഴുതി തരുന്നത്. ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഡിക്ലറേഷൻ ഫോം നൽകുന്നു. Then intimate patient and relatives to be free from anxiety. അപ്പോ പേഷ്യന്റിന് നമുക്കറിയാം കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പേഷ്യൻസിനും റിലേറ്റീവ്സിനൊക്കെ ഒരു ആൻസൈറ്റി ഉണ്ടാവും, ഒരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇന്റിമേറ്റ് അവരൊന്ന് അതിൽ നിന്നും ഒരു മോചിപ്പിക്കാണ്. അതായത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകും എന്നുള്ളൊരു എന്താ പറയാ, അവർക്കൊരു റിലാക്സേഷൻ ഒക്കെ കൊടുക്കുക, അവരൊന്ന് ആശ്വസിപ്പിക്കുക. ഇന്റിമേറ്റ് വാർഡ് സിസ്റ്റർ പെർ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വാർഡ് സിസ്റ്റർ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. Check the chart of the complete recording of important signs, nursing care and treatment given. പേഷ്യന്റിന്റെ ചാർട്ടില് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസുകൾ ഉണ്ടായിരിക്കാം. നഴ്സിംഗിന്റെ കെയറും പരിചരണവും അതുപോലെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അതിൽ ഉണ്ടായിരിക്കണം. Then gather the patient's X-ray, medicine and other belongings. പേഷ്യൻസിന്റെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാന്ന്. എക്സ്റേ റിപ്പോർട്ട്സോ മെഡിസിൻസുകൾ ഉണ്ടെങ്കിൽ മറ്റു വസ്തുക്കളെ ബിലോങ്ങിങ്സ് അല്ലെ, മറ്റു വസ്തുക്കളെ കളക്ട് ചെയ്യുക. Call off the hospital diet or transfer to new ward the patient is going. ഇപ്പൊ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പൊ ഒരു വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിനെയാണ് നമ്മൾ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ കോൾ ഓഫ് ഹോസ്പിറ്റൽ ഡയറ്റ്. ഹോസ്പിറ്റൽ ഡയറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറ്റ് ഉണ്ടല്ലോ. അതായത് ഇപ്പോ പേഷ്യൻസിന്റെ ഡയറ്റും ഫുഡ്സും കാര്യങ്ങളൊക്കെ ICU ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ വിവരം അറിയിക്കുക. ന്യൂ വാർഡ് ICUലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ICU വിളിച്ച് വിവരം അറിയിക്കുക. ഒരു പേഷ്യന്റിന് നമ്മള് എന്റെ പേഷ്യന്റിന് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കുക. Aid the relatives to gather other belongings. ഏതെന്ന് വെച്ചാൽ അസിസ്റ്റ് ചെയ്യാന്ന് റിലേറ്റീവ്സിന് മറ്റു പേഷ്യൻസിന്റെ മറ്റു വസ്തുക്കളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. Record make arrangement to pay of due bills if going to another hospital. ഇനി മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലില് ബില്ല് എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ പേയ്മെന്റുകൾ കൂടി ബില്ല് ഡ്യൂ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. Then record time, mode of transfer and general condition of the patient. റെക്കോർഡ് ടൈം, അതായത് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്ഫർ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ട്രാൻസ്ഫറിന്റെ ടൈം. ദെൻ മോഡ് ഓഫ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എയർ ട്രാൻസ്പോർട്ട് ആണോ അല്ലെങ്കിൽ ആംബുലൻസ് സൗകര്യമാണോ ഏതാണോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യന്റ് ടു വീൽ ചെയർ സ്ട്രക്ചർ ആൻഡ് ഗോയിങ് along with the patient to the new area. ഇനി പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് വീൽ ചെയർ ആവശ്യമായി വന്നേക്കാം. ദെൻ സ്ട്രക്ചർ ആവശ്യമുള്ള പേഷ്യൻസിനാണെങ്കിൽ സ്ട്രക്ചർ കൊടുക്കുക. ദെൻ തനിയെ പോകുന്നവരാണെങ്കിൽ തനിയെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. Then deliver patient documents, belongings and report orally to the in-charge nurse and sister. പേഷ്യൻസിന്റെ ഡോക്യുമെന്റ് ഒക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന റിസീവ് ചെയ്യുന്ന പേഴ്സൺ സിസ്റ്ററിനോട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓറൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. വാർഡിലുള്ള പേഷ്യൻസിന്റെ വസ്തുക്കൾ എന്തൊക്കെയാണോ അത് ശേഖരിക്കുക. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്.
inform receiving nurse. ഇപ്പൊ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ടാണ് ചെന്നതെങ്കിൽ അവിടെയുള്ള നമ്മളെ സ്വീകരിച്ച നഴ്സിനോട് നമ്മൾ ഏത് മോഡിലാണ് ട്രാൻസ്പോർട്ട്, ഇപ്പൊ ആംബുലൻസിലാണെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. Then maintain patient physical welfare during transport to a new nursing unit. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് പുതിയൊരു നഴ്സിംഗ് യൂണിറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ പേഷ്യന്റിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. Provide oral report about the patient condition. Receiving unit, സ്വീകരിക്കുന്ന യൂണിറ്റിനോട് നമ്മൾ ഓറലായിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. Making sure that all documentation including care plan is completed. പേഷ്യൻസിന്റെ എല്ലാ ഡോക്യുമെന്റേഷൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. Assist patients arrival to the new unit. പുതിയൊരു യൂണിറ്റിലോട്ട് അറൈവ് ചെയ്യുമ്പോൾ പേഷ്യൻസിനെ നമ്മളത് ഹെൽപ്പ് ചെയ്യുക. Transport the patient to new room and assist in transferring to bed. പുതിയൊരു റൂമിലോട്ട് അല്ലെങ്കിൽ ബെഡിലോട്ട് ആളെ കിടത്തുന്നത് വരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. Exchange to the belongings, medical records and reports. പേഷ്യന്റിന്റെ വസ്തുക്കളും മെഡിക്കൽ റെക്കോർഡ്സും റിപ്പോർട്ട്സുകളും പുതിയ യൂണിറ്റിലോട്ട് കൈമാറുക. In the new unit, the procedure is similar to that admission procedure. ഒരു ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്നത് സെയിം അതുപോലെ തന്നെ വീണ്ടും അഡ്മിഷൻ പ്രോസസ്സ് പുതിയ ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then clean the unit where the patient is admitted and keep ready for the next patient after transferring. നമ്മൾ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് നമ്മൾ അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോകുന്നു അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ റൂം ക്ലീൻ ചെയ്തിടണമെന്ന്. നെക്സ്റ്റ് പേഷ്യന്റ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. കുറച്ചധികം പോയിന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോയത്. കാരണം വലിയ ബുദ്ധിമുട്ടില്ലാത്ത, നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പോയിന്റ്സ് വായിക്കാം, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് തന്നെ സ്വയം വായിച്ചത് മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചെയ്തോ? വായിച്ചെല്ലാവരും? വാർഡ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാല് വാർഡിലുള്ള സ്ഥാപനങ്ങള്, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വാർഡിലുള്ള വസ്തുക്കള്. ഓക്കെ, അപ്പോ ഇത്രയും ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വായിച്ചാൽ മാത്രമേ അത് പെട്ടെന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നല്ല രീതിയിൽ അത് വായിക്കണം. എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടുത്തത്രയും ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ നമുക്ക് എടുക്കാം.